നബിദിനം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളുടെ വിരോധം നബിദിനത്തോട് മാത്രമല്ല, അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവര് പറയും, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കളെ ഞങ്ങൾ മുസ്ലിമീങ്ങളായി അംഗീകരിക്കൂല. പ്രമാണങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയില്ലെങ്കിൽ പിന്നെ മുസ്ലിയാക്കന്മാരുടെ അടുത്ത ആയുധം നുണയാണ്, കളവ്. ഈ മുസ്ലിയാർ ഇവിടെ 4 നുണബോംബാണ് പൊട്ടിച്ചിട്ടുള്ളത്. ആ 4 നുണബോംബുകളും നമ്മളിവിടെ നിർവീര്യമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ല എന്ന് ഞങ്ങളാണോ പറഞ്ഞത്? ചങ്ങാതി, നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ മുജാഹിദുകളുടെ പേരിൽ അല്ലെങ്കിൽ സലഫികളുടെ പേരിൽ ഈ കളവ് ആരോപിക്കുന്നത്? അല്ല മുസ്ലിയാരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഇമാമല്ലേ ഇമാം റംലി? ആ ഇമാം റംലിയുടെ ഫതാവ റംലി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ ഫതാവ റംലി വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ നുണബോംബ് പൊട്ടിക്കുവോ? ഫതാവ റംലിയിൽ ഈ വിഷയം പറഞ്ഞിട്ടില്ലേ ഇമാം റംലി? ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാരെ, നിങ്ങൾ 2ാം ഷാഫിഈ എന്ന ബഹുമാനത്തോടെ ആദരവോടുകൂടെ പറയുന്ന നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമല്ലേ ഇമാം നബവി? മുസ്ലിയാരെ, ഇമാം നബവിക്ക് ശറഹ് മുസ്ലിമില്ലേ? ആ ശറഹ് മുസ്ലിമിൽ 2 പ്രാവശ്യം ഇമാം നബവി ഈ വിഷയം പരാമർശിച്ചിട്ടില്ലേ മുസ്ലിയാരെ? നിങ്ങൾ എന്തിനാണ് അത് മറച്ചു വെച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നത്? ഇമാം റാസിയെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ലേ? ഇമാം റാസിയുടെ തഫ്സീർ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മുസ്ലിയാരെ? എത്ര ഇമാമിങ്ങൾ, നിങ്ങൾക്ക് എത്ര തെളിവ് വേണം? ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ശിഷ്യനായ മുല്ല അലിയുൽ ഖാരി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ആ കിതാബിൽ അദ്ദേഹം സലഫിന്റെ ഇജ്മാ ഉദ്ധരിക്കുന്നുണ്ട്. സലഫിന്റെ ഇജ്മാ ഉള്ള വിഷയമാണത്. അത്രയും കൃത്യമായ നിലക്ക് ആ കിതാബിൽ ആ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിനെതിരെ പറഞ്ഞവരെ ഗണ്ണിക്കുന്നുണ്ട് അദ്ദേഹം. എത്ര തെളിവുകളുണ്ട് ആ വിഷയത്തിൽ? അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിയാരെ, നിങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ ഈ നുണബോംബ് പൊട്ടിക്കുന്നത്? ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾക്കുള്ള തെളിവുകളും പ്രമാണങ്ങളും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അടുത്ത ബോംബ് പൊട്ടിക്കട്ടെ. അവരോട് ചോദിക്കൂ, അള്ളാഹുവിനെ കണ്ട മിഅ്റാജിന്റെ രാത്രിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതൊരു സ്വപ്നാണ്, അല്ലാതെ ഒരു യാത്രയെ കുറിച്ച് ഞങ്ങൾക്ക് അംഗീകരിക്കാം. മിഅ്റാജ് രാത്രി അത് സ്വപ്നമാണ് എന്നാണ് അത്ര സലഫികൾ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല. നബിദിനം ബിദ്അത്താണ്, അതിന് തെളിവില്ല എന്ന് പറയുന്ന സലഫികളെ സംബന്ധിച്ചിടത്തോളം മിഅ്റാജിനെ ഞങ്ങൾക്ക് നിഷേധിക്കേണ്ട ആവശ്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അമാനുഷിക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മിഅ്റാജ്. ആ മിഅ്റാജ് അവിടുത്തെ ജീവിതത്തിൽ ഉടലോടെ ഉണ്ടായ കാര്യമാണ്. അതിന് ഞങ്ങൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കരുത്. പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി.